പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജോയ്സ് ടി വിയിലൂടെയുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം അല്പസമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് മുൻപിലായിരിക്കുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ഒക്കെ കേട്ടാൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വളരെയധികം അനുഗ്രഹമായി തീരുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ മനുഷ്യനെ മാറ്റിമറിപ്പാൻ കഴിയത്തുള്ളൂ. മനുഷ്യൻ്റെ ഏതവസ്ഥകളിലും ദൈവത്തിൻ്റെ വചനം കടന്നു ചെന്ന് വിടുവിപ്പാൻ ഇടയായിത്തീരും. ഇന്ന് നാം അല്പസമയം ചിന്തിക്കുന്നത് കഷ്ടതയുടെ ഉദ്ദേശം എന്നുള്ളതിന് ഒരു വിഷയത്തെക്കുറിച്ചാണ്. മനുഷ്യരാരും കഷ്ടത എന്നൊരു വാക്ക് കേൾക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. നാമൊക്കെ ആഗ്രഹിക്കുന്ന കാര്യം അനുഗ്രഹവും സന്തോഷവും സമൃദ്ധിയും ഒക്കെയാണ്. എന്നാൽ മനുഷ്യ ജീവിതത്തിൽ കഷ്ടതയും സന്തോഷവും അനുഗ്രഹവും ഒക്കെ മിക്സ് ചെയ്തതായ ഒരു ജീവിതമാണ് മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത്. കഷ്ടതയില്ലാത്തൊരു മനുഷ്യ ജീവിതം ഇല്ല. എത്ര സമ്പന്നനായിരുന്നാലും എത്ര ആരോഗ്യവാനായിരുന്നാലും ആ വ്യക്തിയുടെ ഒക്കെ ജീവിതത്തിൽ കഷ്ടതകളുണ്ട്. നാം പുറമേ മനുഷ്യനെ കാണുമ്പോൾ നാം ചിന്തിക്കും അവർക്കൊരു കഷ്ടതയുമില്ല എന്ന്. എന്നാൽ ഓരോ വ്യക്തികളോട് നാം അടുത്തിടപഴകുമ്പോൾ അവരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് കഷ്ടങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. കാരണം ഈ ലോക ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ കഷ്ടതയെന്ന് പറയുന്നത് എല്ലാ മനുഷ്യൻ്റെയും കൂടപ്പിറപ്പ് തന്നെയാണ്. ഹല്ലേലൂയ. എന്നാൽ ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും കഷ്ടതയിൽ ദൈവത്തിന് അവരെക്കുറിച്ച് ഓരോ ഉദ്ദേശങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് നമ്മെ തന്നെ നാം സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും പ്രിയ ദൈവമക്കളെ, ആ കഷ്ടത്തിൽ നിന്ന് നാം പുറത്തു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് തീർച്ചയായിട്ടും അനുഗ്രഹം തന്നെയാണെന്ന്, ആ കഷ്ടതയിലൂടെ കടന്നുപോയ നാളുകൾ അനുഗ്രഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം കഷ്ടതയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടങ്ങളെ സഹിപ്പാൻ കൂടെ ഒരു ദൈവവേദന ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. കഷ്ടത ഒരു വരമായിട്ട് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റു പല വരങ്ങളുണ്ട്. രോഗശാന്തിയുടെ വരം, ജ്ഞാനത്തിൻ്റെ വരം, പരിജ്ഞാനത്തിൻ്റെ വരം, വിശ്വാസത്തിൻ്റെ വരം, പ്രവചന വരം, ഇങ്ങനെ പല വരങ്ങളുണ്ട്. ആ വരങ്ങളൊക്കെ ദൈവം കൊടുക്കുന്നതിന് ദൈവത്തിന് ഓരോ ഉദ്ദേശങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് കഷ്ടത എന്നൊരു വരവും പൗലോസ് ഇവിടെ ഫിലിപ്പി ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നത്. ആ കഷ്ടതയുടെ വരം മനുഷ്യ ജീവിതത്തിൽ ദൈവം കുറേ സമയത്തേക്ക് ഓരോ വ്യക്തികൾക്കും കൊടുക്കുന്നതിനും ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ദൈവം ഉദ്ദേശമില്ലാതെ ഒന്നും ചെയ്യുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ നിങ്ങളിതുപോലുള്ള കഷ്ടങ്ങൾ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് പ്രിയ ദൈവവൈതലേ നീ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ കഷ്ടതയുടെ 5 വിധ ഉദ്ദേശങ്ങളെക്കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാം. ഒന്നാമത്തെ കഷ്ടതയുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി ആ വ്യക്തി ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് ആകണം. അതിന് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്കൊരു ഉദാഹരണം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ ആ മനുഷ്യനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ യേശു കർത്താവിനോട് ചോദിക്കുകയാണ്, ഗുരോ, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ ആര് പാപം ചെയ്തിട്ടാണ് ഇവൻ കുരുടനായി പിറന്നത്? നമുക്കറിയാം അവൻ പാപം ചെയ്തിട്ടല്ല, കാരണം അവൻ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. പിന്നെ അവൻ്റെ അമ്മയപ്പന്മാരോ മറ്റുള്ള ആരെങ്കിലും ആയിരിക്കാം. ഹല്ലേലൂയ. മനുഷ്യ ജീവിതത്തിൽ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ ഇതുപോലുള്ള പല ചോദ്യങ്ങളും നമ്മുടെ മുൻപിൽ കടന്നു വരാറുണ്ട്. നാം പാപം ചെയ്തിട്ടാണ് എന്നൊക്കെ. പാപം ചെയ്തിട്ട് മാത്രമല്ല കഷ്ടങ്ങൾ കടന്നു വരുന്നത്. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവങ്കിൽ വെളിവാകേണ്ടതിനാണ് ഇവൻ ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നത്. പ്രിയ ദൈവമക്കളെ, കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു മനുഷ്യ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനാണ്. ഈ കുരുടൻ്റെ ജീവിതത്തിൽ കർത്താവ് കുരുടനെ സൗഖ്യമാക്കുവാനിടയായി തീർന്നു. അവൻ്റെ ആ കഷ്ടങ്ങളുടെ നാളുകൾ കടന്നുപോയി. എന്നാൽ
അവൻ കുരുടനായി ഇരുന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവന് ഇരുന്നു കൊണ്ടിരുന്നതായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അത് അവനെ അറിയാവുന്ന അനേകർക്ക് അറിയാവുന്ന ഒരു വിഷയമാണ്. എന്നാൽ അവൻ കണ്ണ് കാണുന്നവനായി കണ്ടപ്പോൾ അവനെ നേരത്തെ കണ്ട ആൾക്കാർക്ക് മനസ്സിലായി ഇവൻ കണ്ണ് കാണാത്തവനായിരുന്നു, ഇപ്പോൾ ഇവൻ കണ്ണ് കാണുന്നവനായി മാറി, അവൻ്റെ കഷ്ടങ്ങളുടെ അനുഭവം മാറി. അപ്പോൾ അവനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, യേശു കർത്താവ് എന്നെ സൗഖ്യമാക്കിയെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ യേശു കർത്താവ് നമ്മെ വിടുവിച്ച വിടുതൽ മറ്റുള്ളവർ കാണേണ്ടതിന് പലപ്പോഴും നാം കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകാറുണ്ട്. അതാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടേണ്ടതിനാണ് കഷ്ടങ്ങളിലൂടെ പലപ്പോഴും നാം കടന്നു പോകാറുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ നാം ഭാരപ്പെടുകയോ ഭയപ്പെടുകയോ ഒന്നും വേണ്ട. അല്പസമയമുള്ള നമ്മുടെ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനാണ്. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമതായി നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നത്, സാത്താൻ്റെ ആരോപണം തെറ്റാണെന്ന് തെളിയേണ്ടതിന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കടന്നു വരാറുണ്ട്. അതിന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ഉദാഹരണം എടുക്കുന്നത്. യോബിൻ്റെ ജീവിതത്തെ നാം പഠിച്ചാൽ, യോബ് എല്ലാം കൊണ്ടും സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു, ദൈവഭക്തനായ മനുഷ്യനായിരുന്നു, പല ഗുണഗണങ്ങളുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഈ യോബിൻ്റെ ജീവിതത്തിൽ പെട്ടെന്നാണ് ഒരു കഷ്ടത കടന്നു വരുവാനിടയായി തീർന്നത്. അതിനൊരു കാരണമുണ്ട്. ഈ യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് സാത്താൻ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, യോബ് വെറുതെയാണോ ഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ ചുറ്റിനുള്ളത് സകലത്തിനും വേലി കെട്ടി അവനെ സൂക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ദൈവമേ യോബ് നിന്റെ മുന്നിൽ ഭക്തനായിരിക്കുന്നത്. നീ അവൻ്റെ വേലിയൊക്കെ ഒന്ന് പൊളിച്ചു കൊടുത്താൽ അവൻ തീർച്ചയായിട്ടും അങ്ങേ എന്തോ ചെയ്യും, നിന്ദിച്ച് പറയുമെന്ന് സാത്താന് ഈ യോബിനെ കുറിച്ചൊരു വെല്ലുവിളി നടത്തുവാനിടയായി തീർന്നു ദൈവത്തോട്. അപ്പോൾ ദൈവം ആ കെട്ടിവെച്ചിരുന്ന വേലി പൊളിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്കറിയാം പ്രിയ ദൈവമക്കളെ, ഓരോ ഭക്തൻ്റെയും സകലത്തിന് ചുറ്റും, അവൻ്റെ സമ്പത്തിനും അവൻ്റെ ജീവിതത്തിൻ്റെ സകലത്തിന് ചുറ്റും ദൈവം ഒരു വേലി കെട്ടിയിട്ടുണ്ട്. സാത്താൻ വന്ന് നമ്മെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം ചില ഘട്ടങ്ങളിൽ ആ വേലിയെ പൊളിച്ചു കൊടുക്കുവാനിടയായിത്തീരും. യോബിൻ്റെ ജീവിതത്തിലും അങ്ങനെ ആ വേലി ദൈവം പൊളിച്ചു കൊടുത്തു. സാത്താൻ കടന്നു. അവൻ്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ, അവനുണ്ടായിരുന്നത് എല്ലാ സമ്പത്തും അവൻ്റെ മക്കളെയും എല്ലാം സാത്താൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. അത് നശിച്ചു പോകുവാൻ, നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീർന്നു. ഇതൊക്കെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടായ ഈ വലിയ കഷ്ടതയുടെ നടുവിലും യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പോൾ പിന്നെയും സാത്താൻ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ദൈവമേ ഇത്രയൊക്കെ ഉണ്ടായിട്ട് അവൻ തള്ളി പറഞ്ഞില്ല, പക്ഷേ ഏത് മനുഷ്യൻ്റെയും ശരീരത്തെ തൊട്ടാൽ അവൻ എന്തോ ചെയ്യും, ദൈവത്തെ തീർച്ചയായിട്ടും തള്ളി പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം സാത്താനോട് പറഞ്ഞു, എന്നാൽ നീ അവൻ്റെ ശരീരത്തെ എന്തോ ചെയ്തു, ബാധിച്ചു. ഹല്ലേലൂയ. യോബിൻ്റെ ജീവിതത്തിൽ വലിയ ശാരീരിക രോഗങ്ങൾ ഉച്ച തൊട്ടുള്ളങ്കാൽ വരെ ഉണ്ടാകുവാനിടയായി തീർന്നു. യോബിൻ്റെ ജീവിതം നാം പഠിച്ചാൽ ഹല്ലേലൂയ ഒരുപാട് ശാരീരിക അസ്വസ്ഥത പരുക്കളാൽ അവൻ ബാധിതനായി തീർന്നു. എന്നിട്ട് യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ഹല്ലേലൂയ. യോബ് വാക്കുകൊണ്ട് പോലും അവനൊരു പാപം ചെയ്യുവാനിടയായി തീർന്നില്ല. യോബ് അത്രയ്ക്കും ദൈവത്തിൻ്റെ ഭക്തനായിരുന്നു. ദൈവത്തിൽ നിന്ന് നന്മകൾ സ്വീകരിച്ച യോബ് ദൈവത്തെ ഒരിക്കലും ത്യജിച്ചു പറയുവാനിടയായി തീർന്നില്ല. എന്നാൽ യോബിൻ്റെ ഭാര്യ പറഞ്ഞു, നീ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് നീ അങ്ങ് മരിച്ചു കള. അതുപോലുള്ള കഷ്ടങ്ങളിലൂടെയാണ് യോബ് കടന്നു പോകുന്നത്. യോബ് വലിയ ഭക്തൻ മാത്രമല്ല, യോബ് വലിയ സമ്പന്നനായ ദേശത്ത് ജീവിച്ചപ്പോൾ യോബിനെ മറ്റുള്ളവരെ കാണുമ്പോൾ തന്നെ എഴുന്നേൽക്കുകയും വണങ്ങുകയും ഒക്കെ ചെയ്യുന്ന, ദേശത്ത് സകല മാന്യതയും ഉണ്ടായിരുന്ന വ്യക്തി പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ട് ശരീരത്തിലും രോഗബാധിതനായി തീർന്ന ഒരു അനുഭവം. എന്നാൽ ഹല്ലേലൂയ അവിടെ ഒന്നും യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സാത്താനോട് പരാജയപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഇതുപോലെ ചില ഘട്ടങ്ങളിൽ ദൈവം സാത്താൻ്റെ കരങ്ങളിൽ ദൈവപൈതലിനെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരും. കാരണം ദൈവത്തിനറിയാം എങ്ങനെ ഒരു ദൈവപൈതൽ നിലനിൽക്കും. ഓരോരുത്തരെയും അറിയുന്ന ദൈവം. നമുക്ക് സഹിപ്പാൻ കഴിയാത്ത കഷ്ടങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തിവിടത്തില്ല. നമുക്ക് സഹിപ്പാൻ കഴിയുന്ന കഷ്ടങ്ങൾ തന്ന ഹല്ലേലൂയ നമ്മെക്കുറിച്ച്
കുറ്റാരോപണം നടത്തുന്ന സാത്താൻ്റെ മുൻപിൽ ഹല്ലേലൂയ ദൈവം സ്തോത്രം നാം ദൈവത്തെ ത്യജിച്ച് പറയാത്തവരാണെന്നുള്ളത് തെളിയിക്കുവാനിടയായിത്തീരും. സ്തോത്രം ഹല്ലേലൂയ. യോബിൻ്റെ ജീവിതത്തിൽ യോബ് അങ്ങനെ ഒരു ദൈവഭക്തനാണെന്നുള്ളത് യോബിന് തെളിയിക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രിയ ദൈവമക്കളെ, യോബിൻ്റെ ജീവിതത്തിൽ അത്രയും കഷ്ടങ്ങളൊന്നും കടന്നു വന്നിട്ടില്ലെങ്കിലും എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും അതുപോലെ ഹല്ലേലൂയ എല്ലാം നഷ്ടപ്പെട്ടവരായി ശാരീരിക രോഗത്താലൊക്കെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആ കഷ്ടതയിൽ കിടന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ അടുത്തിറങ്ങി വരുവാനിടയായിത്തീരും, നിങ്ങളെ വിടുവിപ്പാനിടയായിത്തീരും. യോബ് ആ കഷ്ടത്തിലൂടെ കടന്നുപോയ നാളുകൾ യോബ് ദൈവവുമായി സംസാരിക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. യോബിൻ്റെ ജീവിതം പഠിച്ചാൽ യോബ് പറയുന്നത് കേൾക്കാം, ദൈവമേ അങ്ങയെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഇന്ന് അങ്ങാരാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. ദൈവം ഹല്ലേലൂയ ദൈവം ആരാണെന്ന് മനസ്സിലാക്കേണ്ടതിന് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള കഷ്ടങ്ങളൊക്കെ ഇടയായിത്തീരും. ഹല്ലേലൂയ. യോബ് സാത്താൻ്റെ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുന്ന ആ ഒരു പീരീഡിൽ യോബ് ഒരുപാട് ഹല്ലേലൂയ ദൈവത്തെ അറിയുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ദൈവനാമം ഹല്ലേലൂയ. ദൈവത്തെ അറിയുവാനും നമ്മുടെ കഷ്ടത ഹല്ലേലൂയ നമുക്കിടയായിത്തീരും. കഷ്ടതയിൽ നാം ഒരിക്കലും തകർന്നു പോകത്തില്ല. യോബിൻ്റെ ജീവിതത്തിൽ യോബ് തകർന്നു പോയില്ല. യോബ് ഹല്ലേലൂയ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയായിട്ടെല്ലാം പ്രാപിക്കുവാനിടയായിത്തീർന്നു. അവൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതി ഹല്ലേലൂയ മാറുവാനിടയായിത്തീർന്നു. നഷ്ടപ്പെട്ടതെല്ലാം ദൈവത്തിന് മടക്കി കൊടുക്കുവാനും ഇടയായിത്തീർന്നു. ദൈവം നമ്മെ കഷ്ടതയിലൂടെ കടത്തിവിട്ടാൽ ഹല്ലേലൂയ നമ്മുടെ പിൻകാലങ്ങളെക്കാളൊക്കെ നമ്മെ മുൻകാലമായി കർത്താവ് അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. മൂന്നാമതായി നാം ചിന്തിച്ചാൽ നാം നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ പലപ്പോഴും നാം കഷ്ടതയിലൂടെ കടന്നു പോകുവാനിടയായിത്തീരും. 2 കൊരിന്ത്യരുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നാം വായിച്ചാൽ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളാണിത്. അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് വെളിപ്പാടുകളും ദർശനങ്ങളും കർത്താവ് പൗലോസിന് കൊടുക്കുവാനിടയായിത്തീർന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഹല്ലേലൂയ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച് ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. തൻ്റെ ലേഖനങ്ങളിലൂടെ എല്ലാം നമുക്കത് വളരെ വ്യക്തമായി അത് വായിച്ചാൽ മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. ഒരുപാട് കഷ്ടങ്ങൾ കർത്താവിന് വേണ്ടി അനുഭവിക്കുവാൻ ഇടയായിത്തീർന്നു. ശരീരത്തിലും അല്ലാതെ തൻ്റെ ശുശ്രൂഷയിലെല്ലാം കഷ്ടങ്ങളുടെ വലിയൊരു പട്ടിക തന്നെ പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. ആ കഷ്ടങ്ങളിലൊന്നും കർത്താവിനെ തള്ളി പറയുവാൻ പൗലോസിൻ്റെ ജീവിതത്തിൽ ഇടയായിട്ടില്ല. സ്തോത്രം. എന്നാൽ ആ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഒരുപാട് വെളിപ്പാടുകളും ദർശനങ്ങളും പൗലോസിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തു. 3-ാം സ്വർഗത്തോളം ഹല്ലേലൂയ ശരീരത്തോടെയോ ശരീരം കൂടാതെയോ പോയി എന്ന് പൗലോസ് പറയുന്നുണ്ട്. 3-ാം സ്വർഗത്തോളം കടന്നു ചെന്ന ഹല്ലേലൂയ അവിടെ മനുഷ്യർ ഉച്ചരിപ്പാൻ പാടില്ലാത്ത ഭാഷകളെ കേൾക്കുവാനും സ്വർഗത്തിൻ്റെ ആ മനോഹാരിതകളെ ദർശിപ്പാനും ഒക്കെ പൗലോസിൻ്റെ ജീവിതത്തിൽ ഇടയായിത്തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ മാനുഷിക രീതിയിൽ നിഗളങ്ങൾ അഹങ്കാരങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്കറിയാം പലപ്പോഴും മനുഷ്യന് എന്തെങ്കിലും ചെറിയ ചെറിയ ടാലൻറ്റുകൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ തന്നെ ഞാൻ വലിയ ആളാന്നുള്ളതായ ഒരു തോന്നൽ മനുഷ്യങ്ങൾ ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിലുണ്ടാകും. എനിക്ക് പ്രസംഗിപ്പാൻ അറിയാം, അല്ലെ എനിക്ക് പാടാനറിയാം, അല്ലെ എനിക്ക് കൃപാവരങ്ങളുണ്ട്, പ്രവചനവരമുണ്ട്, രോഗശാന്തിയുടെ വരമുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഒരു ദൈവം എന്നോട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് സ്വയമേ ഒരു നിഗളം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിഗളം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കണം. ഒരു നിഗളം ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ. നിഗളം ഉണ്ടായാൽ അത് പാപമാണ്. വാസ്തവമായി നാം ദൈവസന്നിധിയിൽ ഇരുന്ന കർത്താവേ അങ്ങനെ ഉണ്ടാകാതെ നീ എന്നെ സൂക്ഷിക്കണമേ, അത് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ
കൃപാവരങ്ങളും ഹല്ലേലൂയ വെളിപ്പാടുകളുടെ ആധിക്യം, 1-2 വെളിപ്പാടുകളല്ല, എല്ലാം ദൈവമനോ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അതൊക്കെ ഉണ്ടാകുമ്പോൾ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം ജഡത്തിലൊരു ശൂലവും കൂടെ കൊടുത്തു. ഹല്ലേലൂയ. ഒരു രോഗം ഈ ദൈവദാസനായ പൗലോസിനെ ബാധിച്ചിരുന്നെന്നാണ് ചരിത്രം പറയുന്നത്. ഹല്ലേലൂയ. കാരണം സാത്താൻ്റെ ദൂതനെ കുത്താൻ ഏൽപ്പിച്ചു എന്നാണ് പൗലോസ് തന്നെ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ രോഗങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. ഒരു രോഗത്തിന് വേണ്ടി താൻ പ്രാർത്ഥിച്ചു, എന്നാൽ തൻ്റെ ജീവിതത്തിൽ അത് മാറിപ്പോയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലാണ്. ചില കഷ്ടങ്ങൾ മാറിപ്പോകാതെ നമ്മെ പിന്തുടരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നിഗളം സംഭവിക്കാതിരിക്കേണ്ടതിനാണ്. നിഗളം സംഭവിച്ചാൽ നാം ദൈവസന്നിധിയിൽ നിന്ന് പാപം ചെയ്ത് നാം അകന്നു പോകും. ഹല്ലേലൂയ. നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന സ്വർഗരാജ്യം നമുക്ക് നഷ്ടമായി തീരുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് പലപ്പോഴും ഹല്ലേലൂയ കഷ്ടങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തിവിടുന്നത്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. കഷ്ടത വരുമ്പോൾ നാം പല കാര്യങ്ങളിൽ ചിന്തിക്കും. എന്നാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിഗളങ്ങൾ, അഹങ്കാരങ്ങൾ ഉണ്ടായിട്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പടക് ഹല്ലേലൂയ നന്നായി ഓടിയ നല്ല തുറമുഖത്തെത്തുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും ദൈവം നമ്മെ കഷ്ടങ്ങളിലൂടെ കടത്തിവിടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഓരോ വ്യക്തിയെക്കുറിച്ചും കഷ്ടതയിൽ ഓരോ ഉദ്ദേശങ്ങളുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസിൻ്റെ ജീവിതത്തിലും അതുപോലെയാണ് സംഭവിച്ചത്. സ്തോത്രം. പൗലോസ് അത് വ്യക്തമായി മനസ്സിലാക്കുവാനിടയായി തീർന്നു. എന്നാൽ പലപ്പോഴും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാതെ നാം പലപ്പോഴും കഷ്ടതയുടെ നടുവിൽ പിറുപിറുക്കുന്നവരായി തീർന്നിട്ട് പോകാറുണ്ട്. എന്നാൽ അങ്ങനെ ഹല്ലേലൂയ ജീവിതത്തിൽ പിറുപിറുക്കുന്നവരായി തീരുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ആ പിറുപിറുപ്പ് നീനോട് ക്ഷമിക്കുമാറാകണമേ. എൻ്റെ കഷ്ടതയെ തരണം ചെയ്തു പോകാൻ ഹല്ലേലൂയ ഉള്ള കൃപ നീ എനിക്ക് നൽകി തരുമാറാകണമേ. കഷ്ടത എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നത് സ്തോത്രം എൻ്റെ കർത്താവിൽ നിന്ന് ഞാൻ അന്യപ്പെട്ടു പോകാതിരിക്കേണ്ടതിനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്തോത്രം കഷ്ടത ഹല്ലേലൂയ ലോകത്തോടുകൂടെ നാം ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിനാണ്. സ്തോത്രം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ അതിൻ്റെ 32-ാമത്തെ വാക്യം വായിക്കുമ്പോഴും നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ ചെറിയ ചെറിയ കഷ്ടങ്ങൾ കർത്താവ് കടത്തിവിടുന്നത് നാം ദൈവസന്നിധിയിൽ ശുദ്ധീകരണം പ്രാപിക്കേണ്ടതിനാണ്. സ്തോത്രം. അല്ല എങ്കിൽ, കഷ്ടങ്ങളിൽ കടന്നു വന്നില്ല എങ്കിൽ നാം ചിന്തിക്കും നാം കടന്നു പോകുന്ന വഴി ഏറ്റവും ശരിയായ വഴിയാണ്. കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ച് എനിക്കൊരു ശരീരത്തിലോ അല്ലാതെ ഒരു കഷ്ടങ്ങളുമില്ല. സ്തോത്രം. ഇന്ന് ഒരുപാട് ഉപദേശങ്ങൾ അങ്ങനെ ഈ ലോകത്തിൽ ആത്മീയ ഗോളത്തിലുണ്ട്. സ്തോത്രം. അനുഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് അല്ല. ദൈവമക്കളുടെ യഥാർത്ഥ ഒരു ദൈവവേദൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങളുണ്ട്. സ്തോത്രം. നമ്മുടെ കർത്താവ് അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയവനാണ്. അപ്പോൾ ആ കർത്താവിനെ പിന്തുടരുന്നൊരു ദൈവവേദൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്. എന്നാൽ ആ കഷ്ടതയിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തോടു കൂടെ നാം ശിക്ഷാവിധിയിൽ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിനാണ്. സ്തോത്രം. കഷ്ടത വന്നില്ലെങ്കിൽ നാം എന്തോ ചെയ്യത്തില്ല, നമ്മെ തന്നെ ഓർക്കാറില്ല. നാം ചിന്തിക്കുന്നത് നാം ശരിയായ പാതയിലൂടെയാണ് നടന്നു പോകുന്നത്. കാരണം എനിക്ക് എന്തോ ഇല്ല, കഷ്ടങ്ങളില്ല. കഷ്ടത വരുമ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കാനിടയായിത്തീരും. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകൾ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് കഷ്ടതയിൽ ദൈവം നമ്മെ കടത്തി വിടുന്നത് നാം എന്തുവാ ലോകത്തോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിനാണ്. അല്ലെങ്കിൽ നാം അങ്ങനെ ചിന്തിക്കാതെയും അനുഗ്രഹം മാത്രം തന്നു നമ്മെ ദൈവം നടത്തിയാൽ നാം അങ്ങനെ കടന്നു പോയിട്ട് നാം ദൈവത്തിൽ നിന്നെന്തോ ചെയ്യും, അന്യപ്പെട്ടു പൊയ്ക്കൊണ്ടേയിരിക്കും. നാം അറിയാതെ നാം ഒഴുകിപ്പൊയ്ക്കൊണ്ടിരിക്കും. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് നമ്മെ പലപ്പോഴും കഷ്ടതയിലൂടെ കടത്തി വിട്ടിട്ട് നമ്മെ തന്നെ സ്തോത്രം ശോധന ചെയ്യേണ്ടതിന് നമ്മെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കേണ്ടതിന് നമ്മെ തന്നെ ചിലപ്പോൾ ദൈവം കഷ്ടങ്ങളിലൂടെ കടത്തി വിടാറുണ്ട്. സ്തോത്ര. കഷ്ടത വരുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളും തെറ്റുകളും കുറവുകളും ഒക്കെ എനിക്ക്
മനസ്സിലാക്കുവാനിടയായിത്തീരും. കർത്താവേ, ഇതിനോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് ദൈവസന്നിധി നമുക്കൊരു ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അപ്പോൾ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കും. സ്തോത്രം. ദൈവം നമ്മെ അങ്ങനെ ലോകത്തോടുകൂടെ ശിക്ഷാവിധി രക്ഷിക്കപ്പെടാത്തൊരു ദൈവവേദനോടൊപ്പം ശിക്ഷാവിധിയിൽ അകപ്പെടുവാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കങ്ങനെ മടങ്ങി ദൈവസന്നിധി നാം ചെയ്ത ചെറിയ ചെറിയ തെറ്റുകളെ കണ്ടേറ്റ് പറഞ്ഞുപേക്ഷിച്ച് ദൈവത്തോട് അടുത്ത് വരുവാനിടയായിത്തീരും. അതിനുവേണ്ടി ദൈവം നമ്മെ ഹല്ലേലൂയ ചില സ്തോത്രം ചെറിയ ചെറിയ ശിക്ഷകളിലൂടെ കഷ്ടങ്ങളിലൂടെ ഒക്കെ കടത്തി വിടാറുണ്ട്. ബാലശിക്ഷ തന്നു ദൈവം നമ്മെ നയിക്കാറുണ്ട്. സ്തോത്രം. പിന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിലെ ചെറിയ ചെറിയതുപോലുള്ള കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ കർത്താവ് എന്നെ ഹല്ലേലൂയ ഒരു വേർപെട്ട അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് കർത്താവിനോട് കൂടെ നടക്കേണ്ടതിന് ദൈവം എന്നെ പഠിപ്പിക്കുകയാണ്. അല്ല എങ്കിൽ ഞാൻ എന്തോ ചെയ്യും? ലോകത്തോടുകൂടെ ഹല്ലേലൂയ ശിക്ഷാവിധിയിൽ അകപ്പെടുവാൻ ദൈവത്തിൽ നിന്ന് ഞാൻ അറിയാതെ അകന്നു പോയിക്കൊണ്ടേയിരിക്കും. അതുണ്ടാകാതിരിക്കാനാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ നൽകി തരുന്നതെന്ന് നാം മനസ്സിലാക്കുക. ഹല്ലേലൂയ. സ്തോത്രം. കൊണ്ട് കഷ്ടതകളെ ഓർത്ത് നാം ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ ഇടയായിത്തീരണം. സ്തോത്രം. അടുത്തതായിട്ട് നാം ചിന്തിക്കുന്നത് നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനാണ്. ഹല്ലേലൂയ. ഇബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 7-ാമത്തെ വാക്യം നാം വായിച്ചാൽ, 7 തൊട്ടുള്ള ചില വാക്യങ്ങൾ നാം വായിച്ചാൽ, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവമക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ ഒരു അപ്പൻ മകനുമായിട്ടുള്ള ഒരു ബന്ധമാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്. നമുക്കറിയാം, നാം മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തോ ചെയ്യാറുണ്ട്? ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുത്ത് വളർത്താറുണ്ട്. കാരണം എങ്ങനെ ലോകത്തിൽ ജീവിക്കണം, എങ്ങനെ നാം മറ്റുള്ളവരോട് പെരുമാറണം, എങ്ങനെ നാം അനുസരണം പഠിക്കണം എന്നൊക്കെ ഭവനത്തിനകത്ത് തന്നെയാണ് നമ്മളുടെ മക്കളെ നാം പഠിപ്പിച്ചെടുക്കുന്നത്. കുഞ്ഞുങ്ങൾ അനുസരണക്കേട് കാണിച്ചാൽ, അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി കുഞ്ഞുങ്ങൾ തീർന്നില്ല എങ്കിൽ ചെറിയ ചെറിയ ശിക്ഷകൾ കുഞ്ഞുങ്ങൾക്ക് പിതാവ് മാതാവ് എന്ന നിലയിൽ കൊടുത്ത് നാം കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാറുണ്ട്. അതുപോലെയാണ് നമ്മുടെ സ്വർഗസ്ഥനായ അപ്പൻ നമ്മെ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ നാം ദൈവവചനപ്രകാരം നടക്കേണ്ടതിന്, ദൈവത്തിൻ്റെ വിശുദ്ധി നാം നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കേണ്ടതിന് കർത്താവ് നമ്മെ ചെറിയ ചെറിയ ബാലശിക്ഷകളിലൂടെ നടത്തും. സ്തോത്രം. ഹല്ലേലൂയ. അത് ചിലപ്പം ചെറിയ ചെറിയ രോഗമാകാം, ചെറിയ ചെറിയ മറ്റുള്ള പലവിധമാകുന്ന കഷ്ടങ്ങൾ ഒരുപാടുണ്ട്. ആ അവസ്ഥകളിലൂടെ ഒക്കെ ആയിരിക്കാം. എന്നാൽ പലപ്പോഴും മറ്റുള്ളവർ നോക്കി നമ്മെ കുറ്റം പറയും. എൻ്റെ ജീവിതത്തിൽ അല്ലെ ഇവിടെ ജീവിതത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ചിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ എപ്പോഴും കഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന്. സ്തോത്രം. നമ്മളത് കേൾക്കുമ്പോൾ നമ്മളും ചിന്തിക്കും, ശരിയാ, എന്തുകൊണ്ട് നമുക്കിങ്ങനെ കഷ്ടങ്ങൾ ഉണ്ടാകുന്നെന്നാല പ്രിയ ദൈവമക്കളെ നാം മനസ്സിലാക്കുക. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതിനാണ് സ്തോത്രം നാം ഇങ്ങനെ കഷ്ടങ്ങളിലൂടെ പലപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. മക്കളെ നാം ഇടയ്ക്കിടയ്ക്ക് ശിക്ഷിച്ച് വളർത്താറുണ്ട്. സ്തോത്രം. സ്വർഗീയ പിതാവ് അതുപോലെ നമ്മെ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരേണ്ടതിന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ബാലശിക്ഷ തന്ന് നമ്മെ നടത്താറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല എങ്കിലാണ് ഒരു ദൈവവൈതൽ, യഥാർത്ഥ ദൈവവൈതൽ ചിന്തിക്കേണ്ടത്, ഞാനൊരു ദൈവവൈതലല്ലയോ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, സ്തോത്രം, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? സ്തോത്രം. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാരത്രേ. സ്തോത്രം. മക്കളാണോ ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുത്തിയാണ് ഒരു നല്ല പേരൻറ്റ് തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത്? ശിക്ഷ കൊടുക്കുന്നില്ലെങ്കിൽ എന്തോ അല്ല, യഥാർത്ഥ മക്കൾ അല്ല. നാം കർത്താവിൻ്റെ യഥാർത്ഥ മക്കളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കഷ്ടങ്ങളുണ്ട്. സ്തോത്രം. ആരെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കഷ്ടങ്ങൾ ചെറിയത് ഇല്ല എങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളല്ല. ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, ദൈവത്തിൻ്റെ മക്കളല്ല ഞാൻ. സ്തോത്രം. വിശുദ്ധ ബൈബിൾ അതാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ കർത്താവ് നമ്മെ ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ
ചെറിയ ചെറിയ ശിക്ഷകൾ തന്നു ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിലാ, ദൈവത്തിൻ്റെ അനുസരണം നമ്മുടെ ജീവിതത്തിലാ, ദൈവവചനം നമ്മുടെ ജീവിതത്തിലാ അനുസരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ചില ശിക്ഷകളിലൂടെ, ചെറിയ ബാലശിക്ഷകളിലൂടെ ഒക്കെ, ചെറിയ കഷ്ടങ്ങളിലൂടെ ഒക്കെ കടത്തിവിട്ട് ദൈവത്തിന് കൊള്ളാവുന്നവരാക്കി നമ്മെ തീർക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ശിക്ഷയിലൂടെ വളർന്നു വരുന്ന ഒരു പൈതല് മറ്റുള്ളവർക്ക് അവൻ വളർന്നു കഴിയുമ്പോൾ അനുഗ്രഹവുമായി മാറും, അച്ചടക്കമുള്ളവനായി മാറും. സ്തോത്രം. ആ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് അവൻ പഠിക്കും. സ്തോത്രം. അവനെ ശിക്ഷിച്ച് വളർത്തിയത് കൊണ്ടാണ്. അതുപോലെയാണ് ഒരു ദൈവ പൈതൽ. ഹല്ലേലൂയ. ഇന്ന് നാം അനേക ഹല്ലേലൂയ ഊണുപോലെ മുളച്ചു വരുന്ന വലിയ സഭകളെയും ഉപദേഷ്ടാക്കന്മാരെയും ഒക്കെ കാണാറുണ്ട്. എന്നാൽ പലപ്പോഴും ദൈവവചനത്തിൻ്റെ അതിരുവിട്ടാണ് പോകുന്നത്. ദൈവവചനത്തിൻ്റെ അതിരുവിട്ട് പോകുന്നതിനൊന്നും എനിക്ക് കൊള്ളാവുന്നവനല്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. ദൈവവചനം നമ്മെ ബാലശിക്ഷ നടത്തുന്ന, കൊച്ചു കൊച്ചു ശിക്ഷകൾ കഷ്ടങ്ങളൊക്കെ തന്ന പഠിപ്പിച്ച് ദൈവത്തിന് കൊള്ളാവുന്ന വ്യക്തികളും മക്കളുമാക്കി ദൈവം അപ്പൻ നമ്മെ തീർത്തെടുക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ കഷ്ടങ്ങൾ ഒന്നും കണ്ട് ഹല്ലേലൂയ നാം ഭാരപ്പെട്ട് പതറി ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഹല്ലേലൂയ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരിക്കലും ഇടയായി തീരരുത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന പോലൊരു ഹല്ലേലൂയ ഒരു മക്കളല്ലേ, ഒരു മകനായി മാറേണ്ടതിനാണ് കർത്താവ് നമ്മെ ഹല്ലേലൂയ കഷ്ടങ്ങളിലൂടെ ഒക്കെ പണിതെടുക്കുന്നത്. സ്തോത്രം. സ്തോത്രം. 5 വിധ കാര്യങ്ങളാണ് നാം ഇവിടെ ചിന്തിക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. ഈ 5 വിധ ഹല്ലേലൂയ കഷ്ടതയും ഈ 5 വിധ കാര്യങ്ങളെ വെളിപ്പെടുത്താറുണ്ട്. സ്തോത്രം. 1 ഹല്ലേലൂയ നാം പറഞ്ഞല്ലോ, ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിനാണ്. ചിലപ്പോഴുണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങൾ നമ്മളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടങ്ങൾ സാത്താൻ്റെ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടങ്ങൾ നാം നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനാണ്. സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടങ്ങൾ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിനാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടങ്ങൾ നാം നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കേണ്ടതിനാണ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ 5 വിധ കാര്യങ്ങൾ ഇവിടെ നാം ചിന്തിക്കുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ കണ്ട് ഭയപ്പെട്ടു പോകാതെ ഹല്ലേലൂയ കർത്താവിൽ തികഞ്ഞവരായി തീരേണ്ടതിനാ നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നിങ്ങളാരും ഹല്ലേലൂയ കഷ്ടത കണ്ട് ഭയപ്പെട്ട് ഭാരപ്പെട്ട് നിരാശപ്പെട്ടു പോകരുത്. എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ ചെറിയ കഷ്ടങ്ങൾ കടന്നു വരുന്നതെന്ന് ഹല്ലേലൂയ കടത്തിവിടുന്നതെന്ന് നാം മനസ്സിലാക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മുടെ കർത്താവിനോട് ചേർന്ന് ഹല്ലേലൂയ വചനപ്രകാരം നമുക്ക് നയിക്കാം. സ്തോത്രം. അതിന് ഹല്ലേലൂയ കർത്താവ് എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, പരിശുദ്ധ കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഞങ്ങൾ അല്പസമയം ഞങ്ങളുടെ വചനത്തെ ചിന്തിക്കുവാനിടയായി തീർന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടതയിൽ കർത്താവ് ഞങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഉദ്ദേശങ്ങൾ ഹല്ലേലൂയ സ്തോത്രം. അപ്പാ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങൾ അങ്ങയ്ക്ക് ഹല്ലേലൂയ അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ ഹല്ലേലൂയ ആയിത്തീരേണ്ടതിനായി മാറുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് വീക്ഷിക്കുന്നു. കേൾവിക്കാരെയെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആരും കഷ്ടങ്ങളിൽ നിരാശപ്പെട്ട് തകർന്ന തരിപ്പണമായി പോകുവാൻ ദൈവം അനുവദിക്കരുത്. ദൈവം കഷ്ടങ്ങളിലൂടെ കടത്തിവിടുന്ന തകർത്ത് കളയുവാനല്ല, ദൈവത്തിന് കൊള്ളാവുന്ന ഉപകരണങ്ങളാക്കി തീർക്കേണ്ടതിനാണെന്ന് വാസ്തവമായി മനസ്സിലാക്കുവാൻ കർത്താവേ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. അങ്ങയുടെ പാദമെടുത്ത് ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചാൽ ഹല്ലേലൂയ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു ആൾ.